Hi dear students, good morning all of you. Can you hear these words? These are the names of two important battles which held in our past in the time of British ruling. Today we are going to study about the reasons of these two battles and what are the after effects of these battles. Okay, let's move to the slide. Okay, students, we can see the more details about the Battle of Plassey. Unresolved conflicts eventually led to the Battle of Plassey in 1757. The English East India Company's servants, including Colonel Clive and Admiral Watson, planned a coup. They involved Mir Jafar, the commander-in-chief of the Bengal army, and promised him the throne if he agreed to help the British in the war against Siraj-ud-Daulah. See, ബംഗാൾ നവാബായ സിറാജുദ്ദൗലയ്ക്കെതിരെ അദ്ദേഹത്തിന് തന്നെ ഒരു കമാൻഡർ ഇൻ ചീഫിനെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ ആർമിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പിനൊപ്പം ജോയിൻ ചെയ്യുകയാണ്. അദ്ദേഹത്തിന് എഗ്രി ചെയ്യുന്ന കാര്യം പ്രോമിസ്ഡ് ദാറ്റ് ഹിം ടു ത്രോൺ ഓഫ് ഇഫ് എഗ്രീഡ് ടു ദ ഹെൽപ്പ് ഓഫ് ബ്രിട്ടീഷ് ഇൻ ദ വാർ അഗെയിൻസ്റ്റ് സിറാജുദ്ദൗല. ബംഗാൾ നവാബിനെതിരെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ ആഫ്റ്റർ ദ വാർ അദ്ദേഹത്തെ അവിടുത്തെ നവാബാക്കി അപ്പോയിന്റ് ചെയ്യാം എന്നുള്ള ഒരു പ്രോമിസിന്റെ പുറത്താണ് അദ്ദേഹം മിർ ജഫർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കൊപ്പം ബംഗാൾ നവാബിനെതിരെ യുദ്ധം ചെയ്യുക. Mir Jafar agreed, and when the actual battle was fought on 23rd June 1757, most of the Nawab's armies did not participate in the war. See, 1757 June 23rd the Battle of Plassey സ്റ്റാർട്ട് ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട കുറേ ഒഫീഷ്യൽസ് എസ്പെഷ്യലി മിർ ജഫറിന്റെ നേതൃത്വത്തിലുള്ള കുറേ ഒഫീഷ്യൽസ് മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ ബംഗാൾ നവാബിന്റെ കൂട്ടത്തിലുള്ള കുറേ സോൾജിയേഴ്സ് അല്ലെങ്കിൽ ആർമിയുടെ ഒരു വലിയ പോർഷൻ ഈ പറഞ്ഞ ബാറ്റിലിൽ നിന്ന് അവർ വിട്ടുനിന്നു. അതുകൊണ്ട് തന്നെ ബംഗാൾ നവാബിന്റെ ആർമി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സോൾജിയേഴ്സ് വളരെ വീക്കായിട്ട് മാറി. Due to Mir Jafar's treachery, the Nawab lost the war and was deposed. As promised, Mir Jafar was made the new Nawab of Bengal in 1757. See, അങ്ങനെ മിർ ജഫർ ബംഗാളിന്റെ നവാബായിട്ട് മാറി. അദ്ദേഹത്തിന്റെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കൊപ്പം നിന്നുകൊണ്ട് ബംഗാൾ നവാബിനെ ചതിച്ചതിന്റെ റിസൾട്ടായിട്ട് അദ്ദേഹത്തിന് പുതിയ ഒരു പൊസിഷന് ബംഗാളിന്റെ ത്രോൺ ബംഗാൾ നവാബായിട്ട് അദ്ദേഹം അപ്പോയിന്റ് ചെയ്യപ്പെട്ടു. As the English East India Company was unwilling to take over administrative rule and concentrate only on trade, they found it convenient to install a puppet ruler whose strings were controlled by the company. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ ബംഗാൾ ക്യാപ്ചർ ചെയ്തുവെങ്കിലും അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് അവിടുത്തെ അഡ്മിനിസ്ട്രേഷനിലല്ല. ദേ വെർ ഫോക്കസ്ഡ് ഓൺലി ഇൻ ട്രേഡിംഗ് ഓർ ബിസിനസ്. അവർക്ക് ബിസിനസ്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ടായിരുന്നു താല്പര്യം, രാജ്യം ഭരിക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നത്. സോ ദേ വെർ അപ്പോയിന്റഡ് പപ്പറ്റ് റൂളർ. പപ്പറ്റ് റൂളർ മീൻസ് പപ്പറ്റ് നമുക്ക് നോർമലി അറിയാവുന്നതാണ്. നമ്മൾ പപ്പറ്റ് ഷോ ഒക്കെ കണ്ടിട്ടുണ്ട്. പാവകളെ ഉപയോഗിച്ചുകൊണ്ട് ചില ഷോസ് ചെയ്യുക. പാവകളെ ഉപയോഗിച്ച് ഷോസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മെയിൻലി എ പേഴ്സൺ ഹു ഈസ് കൺട്രോൾഡ് ബൈ സം വൺ എൽസ് എന്നാണ് പപ്പറ്റ് റോൾ എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുക. ദാറ്റ് മീൻസ് അത് കൺട്രോൾ ചെയ്യുന്നത് മറ്റൊരാളായിരിക്കും. ഇവിടെ ഇതുപോലെ തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൺട്രോൾ ചെയ്യുന്നതനുസരിച്ച് ഒരു പപ്പറ്റിനെ പോലെ ആക്ട് ചെയ്യുന്ന, അവർ പറയുന്നതെല്ലാം അനുസരിക്കുന്ന, അവർ പറയുന്നതെല്ലാം ഫോളോ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പപ്പറ്റ് റൂളറെ ആയിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തു. Despite installing Mir Jafar as a puppet on the throne, the English East India Company was not happy with him. Mir Jafar realized that the British had used him against Siraj-ud-Daulah, and he began to raise his concern against the excesses committed by the British in Bengal. This made the English East India Company replace him with his son-in-law Mir Qasim as the new Nawab of Bengal. However, Mir Qasim also complained against the British trading activities in Bengal. This time the British decided to bring this problem of puppet Nawabs to an end.
Mir Qasim, expecting an encounter with the British, fled to Awadh and formed an alliance with the Nawab of Awadh, Shujauddaulah, and Mughal Emperor Shah Alam II. They formed an alliance to fight against the British. On 22nd October 1764, a battle was fought between the Indian allies and the English East India Company at Buxar. As expected, the British easily defeated the Indian forces as they lacked coordination. Okay, ഇങ്ങനെയാണ് സെക്കൻഡ് ബാറ്റിലേക്ക് എത്തുക. സെക്കൻഡ് ബാറ്റിലിൻ്റെ റീസൺ എന്നാ നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു, ബംഗാൾ നവാബായിരുന്നു സിറാജുദ്ദൗല. അദ്ദേഹത്തെ കീഴടക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ആർമി ചീഫായിരുന്ന മീർ ജഫറാണ് നമ്മൾ കണ്ടിരുന്നു. അദ്ദേഹം പിന്നീട് റിയലൈസ് ചെയ്യുകയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തന്നെ യൂസ് ചെയ്യുകയായിരുന്നു ബംഗാൾ നവാബിനെ കീഴടക്കുന്നതിന് വേണ്ടി, തന്നെ വെറും ഒരു പപ്പറ്റ് റൂളറായിട്ട് മാറ്റാൻ വേണ്ടിയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ശ്രമിക്കുന്നത് എന്ന് റിയലൈസ് ചെയ്യുന്ന അദ്ദേഹം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കംപ്ലൈൻറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അദ്ദേഹത്തെ ആ പൊസിഷനിൽ നിന്ന് നീക്കം ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ സൺ ഇൻ ലോയെ വീണ്ടും ആ പൊസിഷനിലേക്ക്, മീർ ഖാസിമിനെ ആ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നു. അദ്ദേഹവും ഇതേപോലെ തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കംപ്ലൈൻറ്റ് ചെയ്യുന്നു. സോ ഇവരെല്ലാവരും റിപ്പൽ ചെയ്യുന്നു എന്ന് കണ്ടുകൊണ്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അദ്ദേഹത്തെയും മീർ ഖാസിമിനെയും ആ പൊസിഷനിൽ നിന്ന് നീക്കാനായിട്ടും ഒരുപക്ഷെ അദ്ദേഹത്തെ ക്യാപ്ചർ ചെയ്യാനുമുള്ള സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയുന്ന മീർ ഖാസിം അന്നത്തെ ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ബാക്കി 2 ലോക്കൽ റൂളേഴ്സിൻ്റെ കൂടെ സപ്പോർട്ട് ആവശ്യപ്പെടുകയാണ്. ഒന്ന് ഷുജാജുദ്ദൗല എന്ന് പറയുന്ന നവാബ്, അദ്ദേഹം അതേപോലെ തന്നെ മുഗൾ റൂളറായിരിക്കുന്ന ഷാ ആലം II, അങ്ങനെ 2 പേരുടെ 2 ലോക്കൽ റൂളേഴ്സിൻ്റെ കൂടി സപ്പോർട്ടോടു കൂടി ഒരു അലയൻസ് ഉണ്ടാക്കി ഈ ഒരു ഗ്രൂപ്പായിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു 3 റൂളേഴ്സിൻ്റെയും അലയൻസ് ആയിട്ട് ചെന്ന ഇന്ത്യൻ ആർമിയെ വളരെ ഈസി ആയിട്ട് കീഴടക്കാനായിട്ട്, ക്യാപ്ചർ ചെയ്യാനായിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സാധിച്ചു. സോ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് നടന്ന ആദ്യത്തെ 2 ബാറ്റിൽസും, ബാറ്റിൽ ഓഫ് പ്ലാസി, ബാറ്റിൽ ഓഫ് ബക്സർ, ഈ 2 ബാറ്റിൽസിലും ഇന്ത്യൻ സോൾജിയേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ ആർമി വളരെ ദയനീയമായിട്ട് പരാജയപ്പെട്ടു. The Battle of Buxar led to the re-establishment of Mir Jafar as the Nawab of Bengal. He was given only administrative powers and was made to pay 5 lakh rupees every month to the English East India Company. Same. ഈ ബാറ്റിൽ ഓഫ് ബക്സർ ഇത് ഓൾറെഡി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിൻ ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് വീണ്ടും മീർ ജാഫറിനെ, അതായത് സിറാജുദ്ദൗലയെ ആ പൊസിഷനിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിച്ച അദ്ദേഹത്തിൻ്റെ ആർമി ചീഫായിരുന്ന മീർ ജഫറിനെ വീണ്ടും അതേ പൊസിഷനിലേക്ക് തന്നെ ബംഗാൾ നവാബായിട്ട് വീണ്ടും അപ്പോയിൻറ്റ് ചെയ്യുന്നു. ബട്ട് ഇങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോഴും അദ്ദേഹവും ഒരു പപ്പറ്റ് റൂളറായിട്ടാണ് അവിടെ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഇൻഡിപെൻഡൻറ്റ് റൂളർ അല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു വലിയ എമൗണ്ട് ഓരോ മാസവും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. The British also concluded the Treaty of Allahabad with the Nawab of Awadh and paid 50 lakh rupees as war compensation to the East India Company. The Mughal Emperor Shah Alam II was made a pensioner with the English East India Company and was granted the right to collect all revenues or Diwani rights of the rich province of Bengal. While the Battle of Plassey established a firm hold of the English East India Company in India, the Battle of Buxar led to its rise as a political power in India as it started expanding territorially. Realizing the importance of the wealth of the Bengal province, the English East India Company eventually decided to make themselves the Nawabs of Bengal after Mir Jafar's death in 1765. സെയിം ഇങ്ങനെ 2 വളരെ പ്രധാനപ്പെട്ട ബാറ്റിൽസ്, ബാറ്റിൽ ഓഫ് പ്ലാസി ആൻഡ് ബാറ്റിൽ ഓഫ് ബക്സർ, ഇങ്ങനെ 2 പ്രധാനപ്പെട്ട ഇൻസിഡൻറ്റുകൾ കഴിയുമ്പോൾ, 2 പ്രധാനപ്പെട്ട ബാറ്റിൽസ് കഴിയുമ്പോൾ, രണ്ടാമത് ബാറ്റിൽ ഓഫ് ബക്സറിൽ പരാജയപ്പെട്ട റൂളേഴ്സിനെ എല്ലാം തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചില പ്രത്യേക പോസ്റ്റുകളിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നു. ബട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാരെല്ലാം തന്നെ, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ മുഗൾ എംപററെ
ദിവാനി പവർ കൊടുക്കും. ദിവാനി പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ടാക്സ് കളക്ട് ചെയ്യാൻ, റവന്യൂ ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. ബട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അവർ പറയുന്നതനുസരിച്ച് പലപ്പോഴും ചെയ്യാനായിട്ട് ബാധ്യസ്ഥനായിട്ടുള്ള റൂളറായിട്ട് അദ്ദേഹം മാറി. ഇങ്ങനെ എല്ലാവരും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു പപ്പറ്റ്സ് ആയിട്ട് മാറുന്ന സിറ്റുവേഷനിലേക്ക് വന്നു. ദ ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ചെറിയ ഏരിയ മുഴുവൻ പിടിച്ചടക്കിയെങ്കിൽ ബാറ്റിൽ ഓഫ് ബക്സർ വരുമ്പോഴേക്കും ഇന്ത്യയുടെ ഒരു നല്ല പോർഷൻസ് മുഴുവൻ, എസ്പെഷ്യലി ബംഗാൾ റീജിയൻ ഉൾപ്പെടുന്ന റീജിയൻസ് മുഴുവൻ അവരുടെ ടെറിട്ടോറിയൽ പവർ കൂടി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ളൊരു ചാൻസ് ആയിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മാറി. ഇങ്ങനെ രണ്ട് ബാറ്റിൽസ് ഒക്കെ കഴിയുമ്പോഴേക്കും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി റിയലൈസ് ചെയ്യാണ് ഈ പെപ്പർ റൂളേഴ്സ് അത്ര പോസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോൺ അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവർ അവസാനം റിയലൈസ് ചെയ്യുന്നു. അവസാനം ക്ലൈവ് ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുകയാണ്, വി മസ്റ്റ് ഇൻഡീഡ് ബിക്കം നവാബ്സ് അവർ സെൽഫ്സ്. ഇനിയുള്ള നവാബ്, ബംഗാൾ നവാബ്സ് നമ്മളിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ നമ്മൾ തന്നെ ചൂസ് ചെയ്യുന്നവരായിരിക്കണം, അല്ലെങ്കിൽ നമ്മളായിരിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു. The Battle of Buxar secured the English East India Company the right to collect Diwani or revenues of Bengal, which solved an important problem for the English East India Company. Till now, the English East India Company bought all Indian goods with gold and silver imported from Europe, as they did not have anything substantial to sell in India. ഇങ്ങനെയുള്ള ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് എല്ലാം തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യൂസ് ചെയ്യുന്നു. അങ്ങനെ ഇന്ത്യയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു വലിയ എമൗണ്ട്, ഒരു ഹ്യൂജ് എമൗണ്ട് അവരെ കൂടുതൽ കമ്പനികൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്, കൂടുതൽ ഏരിയകളിലേക്ക് ഇത് വ്യാപിപ്പിക്കാനായിട്ട്, ഇന്ത്യയുടെ ഡിഫറെൻറ്റ് പാർട്സിൽ ഫാക്ടറികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഹെൽപ്പ് ചെയ്യാണ്. Colonel Clive was one such official who made a fortune out of the Battle of Plassey and Buxar. സോ ഈ രണ്ട് കോൺഫ്ലിക്ട്സിലും, ഈ രണ്ട് പ്രധാനപ്പെട്ട ബാറ്റിൽസിലും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നെടുംതൂണായിരുന്ന, ബാക്ക് ബോൺ ആയിരുന്നയാളാണ് ക്ലൈവ്. അദ്ദേഹം ഇന്ത്യയിൽ നിന്നൊരു വലിയ ഹ്യൂജ് എമൗണ്ട് മണി അദ്ദേഹത്തിന് കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചു. When he returned to England in 1767, he had assets worth 4,01,102 pounds. Upon his return, he was severely criticized for this accumulation of wealth and was cross-questioned in England, following which he committed suicide in 1774. അദ്ദേഹം ബ്രിട്ടനിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ചുപോയി. പക്ഷേ അദ്ദേഹത്തിന് അവിടെ കോർട്ടിന് മുമ്പിൽ അദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടു. ഇത്ര ഒരു വലിയ ഹ്യൂജ് എമൗണ്ട് മണി അദ്ദേഹം കളക്ട് ചെയ്തുകൊണ്ട് തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് ചെന്ന ക്ലൈവിനെ അവിടെ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അതിന്റെ റിസൾട്ട് ആയിട്ട് അദ്ദേഹം സൂയിസൈഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തി നിൽക്കുന്നു. Let us summarize what we have learnt till now. Constant demands for concessions by the servants of the English East India Company had angered the Nawab of Bengal, Siraj-ud-Daulah. This led to the Battle of Plassey on 23rd June 1757. The English East India Company won due to treachery of Mir Jafar, who replaced Nawab Siraj-ud-Daulah after the war. The company amassed large sums of money and a major part of the territory of Nawab Siraj-ud-Daulah after the war. The British were not happy with Mir Jafar and replaced him again with Mir Qasim, thinking he would act as a puppet ruler. Mir Qasim also expressed his anger towards the exploitation of the English East India Company, and this led to the Battle of Buxar in 1764. The Nawab of Awadh, Shuja-ud-Daulah, and the Mughal Emperor Shah Alam II supported Mir Qasim during the battle, but they lost easily to the British. The British went on to amass more wealth and acquired revenue collection rights of Bengal. Following this, they also took up the territorial control of Bengal. Dear students, I hope you can understand the reasons and after effects of these two battles. Anyway, thank you for watching this class. Thank you.